ജില്ലാ പഞ്ചായത്തിന്റെ ദേവികുളം ഡിവിഷൻ കഴിഞ്ഞ 2 തവണ LDFന്റെ കോട്ടയാണ്. ആ LDFന്റെ കോട്ട നിലനിർത്താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് LDFന്റെ ആർ ഈശ്വരനാണ്. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷയൊക്കെ? വിജയം സുരക്ഷിതമാണ്. പോകുന്ന സ്ഥലങ്ങളെല്ലാം വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിജയം 100% സുരക്ഷിതവും. ഇത് LDFന്റെ കോട്ടയാണ്. LDF നിലനിർത്തുക തന്നെ ചെയ്യും. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഡിവിഷനിൽ ഈ കഴിഞ്ഞ 2 ടേമിലായി നമ്മൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് LDFന്റെ. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒട്ടേറെ ചെയ്തു തീർക്കേണ്ടത് ഉണ്ട്. ഈ ഡിവിഷനെ സംബന്ധിച്ചോളം വലിയ ഡിവിഷനാണ്. 5 പഞ്ചായത്ത്, 69 വാർഡ്, 7 ബ്ലോക്ക് ഡിവിഷൻ ഉൾക്കൊള്ളുന്നതാണ് ഈ വാർഡ്. മൂന്നാറിൻ്റെ ടൂറിസത്തിൻ്റെ ഹൃദയഭാഗം ഈ ഡിവിഷനിലാണ് നമുക്ക് ചെയ്തുകൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായും വികസനങ്ങൾ എത്തിക്കേണ്ടത് ഇനിയും കുറേ വികസനം കൂടി എത്തിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം നല്ല നിലയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇനിയുള്ള ശ്രമം നടത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിന് എല്ലാവിധ സപ്പോർട്ടും ഇപ്പം ചെയ്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 3 പഞ്ചായത്തുകളും, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ജയിച്ചു വരുന്നതോടുകൂടി കൂടുതൽ വികസനം ദേവികുളം ഡിവിഷനെ സംബന്ധിച്ച് കൊണ്ടുവരുന്നതിനും ടൂറിസം മേഖലയെ വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ ഡിവിഷനെ സംബന്ധിച്ചോളം നമുക്ക് കർഷകരുണ്ട്, അതുപോലെ തോട്ടംതൊഴിലാളികളുണ്ട്, അതുപോലെ ആദിവാസി സമൂഹമുണ്ട്. ഇവരെല്ലാവരുടെയും മുന്നേറ്റത്തിന് വേണ്ടി ഉൾക്കൊള്ളുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രചാരണ പരിപാടികളൊക്കെ എത്രത്തോളമായി? പിന്നെ ഈ തോട്ടമേഖലയിൽ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട് ഒരു സ്വീകാര്യത? തോട്ടമേഖലയിൽ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും എന്നെ അറിയാത്ത ഒരാൾ പോലുമില്ല. എല്ലാവരും തന്നെ വളരെയധികം സ്വീകരിച്ച് ഒരു സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഒരു സ്വീകാര്യതയാണ് തോട്ടമേഖലയിലും കാർഷിക മേഖലയിലും ആദിവാസി സമൂഹത്തിൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അത് വിജയപ്രതീക്ഷ കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടുള്ള ഈ ഒരു മത്സര രംഗത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അല്ല, 2005 മുതൽ 2010 വരെ ദേവികുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ദേവികുളം ടൗൺ വാർഡിൽ നിന്ന് വിജയിച്ച ആളാണ്. അന്നത്തെ ദിവസം അന്ന് നമുക്കറിയാം, ഈ തോട്ടമേഖലയിലെ റോഡ് കൊണ്ടുവരുന്നതിനും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, മാതൃകാ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും നമുക്ക് അന്ന് സാധിച്ചു. അന്ന് തന്നെ കേരളത്തിന് മുന്നോടിയായി പാലിറ്റീവ് കെയർ ആരംഭിച്ച ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തായിരുന്നു, ദേവികുളം പഞ്ചായത്തായിരുന്നു. അത് അന്നത്തെ മാധ്യമങ്ങളെല്ലാം എഴുതി, കേരളത്തിന് മുമ്പേ, ഒരു പടി മുമ്പേ ദേവികുളം പഞ്ചായത്ത് എന്ന്. അത്തരം പദ്ധതികൾ, അതുപോലെ ഇവിടെ ദേവികുളം പഞ്ചായത്തിൻ്റെ ആംബുലൻസ്, മൊബൈൽ ഫ്രീസർ ആദ്യമായി മൂന്നാർ മേഖലയിൽ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഭരണസമിതി, ഇടതുപക്ഷ ഭരണസമിതി ഇരിക്കുന്ന ഘട്ടത്തിലാണ് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ആ നല്ല ആംബുലൻസും അതുപോലെ നവീന ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടി നമുക്ക് കൊണ്ടുവരുന്നതിന് അന്ന് സാധിച്ചിരുന്നു. ആ 5 വർഷക്കാലം ആണ് ഇവിടെ വികസനത്തിന്റെ കോട്ടയായി. ഇപ്പോഴും ആ വികസനമാണ് ദേവികുളം പഞ്ചായത്തിന്റെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പാർട്ടി തന്നേക്കുന്ന വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കും? തീർച്ചയായും പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ്. ആ ദൗത്യം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തോടുകൂടി അത് 100% വിജയത്തോടുകൂടി അത് നിർവഹിക്കും. അത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർട്ടി പറയുന്നതും LDF പറയുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ജയിച്ചു വന്ന എന്താണ് ഈ നാടിന് വേണ്ടി ഏറ്റവും അധികം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ തോട്ടമേഖലയിൽ റോഡുകളുടെ പ്രശ്നം നിലനിൽക്കുകയാണ്. അതിനകത്ത് റോഡുകൾ വികസനം കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ തോട്ടമേഖലയിലും അതുപോലെ നമ്മുടെ ആദിവാസി മേഖലയിലും റോഡുകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ കൃഷിക്കാർക്കും ആദിവാസി സമൂഹത്തിനും അവരുടെ ഉന്നമനം വളർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. പിന്നെ ഇവിടുത്തെ ടൂറിസം ഇപ്പം മറയൂർ പഞ്ചായത്തായാലും ശരി, കാന്തല്ലൂർ പഞ്ചായത്തായാലും ശരി, വട്ടവട പഞ്ചായത്തായാലും ശരി, ദേവികുളം പഞ്ചായത്തായാലും ശരി, ചിന്നക്കാനൽ പഞ്ചായത്തായാലും, ഈ 5 പഞ്ചായത്തിലും ടൂറിസം വലിയ തോതിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് ടൂറിസത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ കൊണ്ടുവരുന്നതിന്
വലിയ ശ്രമം ഉണ്ടാവും. വീട്ടുകാരെ പിന്തുണയ്ക്ക് എങ്ങനെയുണ്ട്? വീട്ടുകാരുടെ പിന്തുണ വലിയ തോതിലാണ്. വീട്ടുകാർ എല്ലാവരും തന്നെ വളരെ ആവേശത്തിലും ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തും അതുപോലെ അമ്മയും വൈഫും കൊച്ചുങ്ങളും ചേട്ടനും ചേച്ചിയും ഒക്കെ വളരെയധികം സന്തോഷത്തിലും അവരും ഈ തെരഞ്ഞെടുപ്പിന്റെ വീട്ടുകാരുടെ ഒരു പിന്തുണ ഇല്ലാതെ നമുക്ക് പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ കഴിയില്ല. തീർച്ചയായും വീട്ടുകാരുടെ നല്ല സപ്പോർട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥാനാർത്ഥിയായ പിന്നെയും എനിക്ക് നല്ല പിന്തുണയാണ് കിട്ടുന്നത്. വലിയ വിജയപ്രതീക്ഷയാണ്. വലിയ വിജയപ്രതീക്ഷയാണ്. ഏതായാലും ദേവികുളം ജില്ലാ പഞ്ചായത്തിന്റെ ദേവികുളം ഡിവിഷൻ 2 തവണ ജയിച്ചു നിൽക്കുന്നു. ഇത് 3-ാം തവണയും ഈ ചെങ്കോട്ട നിലനിർത്താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം. ആ ഒരു പ്രതീക്ഷ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറാമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.